നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വേദനയില്ലാതെ പ്രസവം എങ്ങനെ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സാറാമ്മ തോമസ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഈ പ്രസവവേദന എന്ന് പറഞ്ഞാൽ പലർക്കും പേടിയുള്ള ഒരു കാര്യമാണല്ലോ, പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയ്ക്ക്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പോഴത്തെ തലമുറയ്ക്ക് പ്രസവ വേദന എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഭയങ്കര ഒരു പേടിയായ ഒരു ഭീതികരമായ മാറിയിരിക്കുകയാണ്. OPD വരുന്ന പല പേഷ്യൻസും ഞങ്ങളോട് പറയാറുണ്ട്, പ്രഗ്നൻസി വളരെ സ്മൂത്ത് ആയിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, പക്ഷെ ഡെലിവറി ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. ഇത് പ്രധാനമായി അടിവയറ്റ് വേദന, നടുവേദന വരാം. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അതുപോലുള്ള പെയിൻസ് ടോളറേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം ഈ പ്രോസസ്സ് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തായി കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടി നമുക്ക് വേദന ഇല്ലാത്ത പ്രസവം നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് ടോളറേറ്റ് ചെയ്യാത്തതുകൊണ്ട് പല പേഷ്യൻസ് OP വരുമ്പോൾ പറയും സിസേറിയൻ മതി ഡോക്ടറെ, ഞങ്ങൾക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെയിൻലെസ് ലേബർ ഇതൊരു നല്ല ഓപ്ഷനാണ് ഈ പേഷ്യൻസ് ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ റെക്കമെൻഡ് ചെയ്തൊരു പ്രൊസീജിയറാണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മോർ ദാൻ 60% പേഷ്യൻസ് ഈ പ്രൊസീജിയറാണ് എടുക്കുന്നത്. അവിടെ ഒരു നോർമൽ കൺസെപ്റ്റാ എപ്പിഡ്യൂറൽ അനാൽജസി എടുത്ത് ഡെലിവറി ആയിട്ട് വീട്ടിൽ പോകുന്നത്. പക്ഷെ അത് നമ്മുടെ ഇവിടെ അത്രയും പ്രോഗ്രസ് ആയിട്ടില്ല. പേഷ്യൻസ് അങ്ങനെയുള്ള ഓപ്ഷൻ എടുക്കുന്ന പേഷ്യൻസ്, ലേബർ അനാൽജസി എടുക്കുന്ന പേഷ്യൻസ് നമ്മൾ യൂഷ്വലി ഇവിടെ അനസ്തറ്റിസ്റ്റിനെയും ഫിസിഷ്യനെയും ഒക്കെ കാണിച്ചിട്ട് എടുക്കാറുള്ളത്. പലതരം പ്രോബ്ലംസ്, കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വേദനയില്ലാത്ത പ്രസവം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ മെത്തേഡ്? സാധാരണയായി നമ്മൾ സ്വീകരിച്ചു വരുന്ന ആ ഒരു മെത്തേഡിൽ നിന്നും എങ്ങനെ ഇത് വ്യത്യസ്തമായിട്ടിരിക്കുന്നു? ആക്ച്വലി പ്രസവ വേദന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിന് ഓപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ എപ്പിഡ്യൂറൽ അനാൽജസിയ നൽകാറുണ്ട്. പലതരത്തിലെ ഓപ്ഷൻസ് ഉണ്ട്. ഇനീഷ്യൽ ഫേസിൽ നമുക്ക് ഇനീഷ്യൽ ഏർലി ഓൺസെറ്റ് ലേബറിലൊക്കെ നമ്മൾ ഓപ്പിയോയിഡ് ഇഞ്ചെക്ഷൻസ് എന്ന് പറയും, അത് കൊടുക്കാറുള്ളു. പക്ഷെ അതൊരു പരിധി വരെ ഉള്ളൂ ഇഞ്ചെക്ഷൻസ് എഫക്റ്റീവ് ആകുന്നത്. പിന്നെ ശ്വസിക്കാനുള്ള ഗ്യാസ്, സെൻറ്റനോക്സ് ഗ്യാസ് എന്ന് പറയും, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് റിലീഫ് കിട്ടാൻ വേണ്ടി എപ്പിഡ്യൂറൽ അനാൽജസി ആണ് നൽകുന്നത്. അതൊരു 100% റിലീഫ് കിട്ടത്തില്ല, പക്ഷെ ഒരു പരിധി വരെ പേഷ്യന് നല്ല ഒരു റിലീഫ് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ്, ഓപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ഫിസിഷ്യൻ അനസ്തറ്റിസ്റ്റിനെ കാണിക്കാറുണ്ട്. ഈ പ്രൊസീജിയറിന് കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇത് ബേസിക്കലി നമ്മൾ നട്ടിലാണ് നൽകുന്നത്. അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറീസോ സ്പൈനൽ കോഡിന് പ്രോബ്ലം ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, പ്ലേറ്റ്ലെറ്റ്സ് ലോ ആയ കേസസിൽ, മരുന്നിൻ്റെ അലർജി ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്കിത് നൽകാൻ പറ്റത്തില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഫിസിഷ്യനെയും അനസ്തറ്റിസ്റ്റിനെയും കാണിച്ചിട്ട് ആപ്റ്റായ പേഷ്യൻസിനെ നമ്മൾ ഈ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അതിൽ പേഷ്യൻസ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 100% റിലീഫ് അല്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ലേബർ പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് വളരെ അലേർട്ട് ആയിരിക്കും. അതാ പോസിറ്റീവ് തിങ് ഇൻ ലേബർ അനാൽജസി എന്ന് പറയുമ്പോഴത്തേക്കിനും പേഷ്യൻ്റ് വളരെ കോൺഷ്യസ് ഓറിയന്റഡ്, അവർ ടയേർഡ് ആകത്തില്ല, എക്സോസ്റ്റ് ആകത്തില്ല. ആ സമയത്ത് പേഷ്യൻ്റ് വൈറ്റൽ പാരാമീറ്റേഴ്സ്, പൾസ്, BP ഒക്കെ ഞങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ ബേബിക്കും നല്ല ബ്ലഡ് ഫ്ലോ കിട്ടും, ഇവരുടെ ആങ്സൈറ്റി, ഇവരുടെ ടെൻഷൻസ് ഒക്കെ കുറഞ്ഞു കിട്ടുമ്പോഴത്തേക്കിന്. സോ യൂഷ്വലി അങ്ങനെയുള്ള കേസസിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും നോർമൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ലേബർ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ചില പരിമിതികളെ കുറിച്ച്, അതായത് ചിലർക്ക് പറ്റില്ല എന്നുള്ളത്. എല്ലാവർക്കും ഈ രീതി സാധ്യമാകാത്തതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് കൃത്യമായി ചെയ്യാം, ആർക്കൊക്കെ ഇത് സാധ്യമാണ്? വേദന താങ്ങാൻ പറ്റാത്ത എല്ലാവർക്കും ഇത് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കോൺട്രാഇൻഡിക്കേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഉള്ള മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് നമുക്കിത് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ ഫിസിഷ്യനെ എല്ലാം കാണിച്ച് അവരുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഏത് പേഷ്യന്റിനും എടുക്കാൻ പറ്റും. പക്ഷെ വേദന താങ്ങാൻ പറ്റാത്ത എല്ലാ പേഷ്യൻസിനും ഇത് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇത് പ്രസവ വേദന തുടങ്ങുമ്പോഴാണ് നമ്മൾ നൽകാറുള്ളത്. പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞ് അനസ്തഷ്യോളജിസ്റ്റ് വന്ന് പേഷ്യന്റിനെ കണ്ട് അവർ പേഷ്യന്റിനെ
ചരിച്ച് കിടത്തി അവരുടെ ബാക്ക് സൈഡ് സ്റ്റെറൈൽസ് ആക്കിയിട്ട് നമ്മൾ നട്ടിലാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. എപ്പിഡ്യൂറൽ കാത്തറ്ററാണ് ഉപയോഗിക്കുന്നത്. എപ്പിഡ്യൂറൽ കാത്തറ്റർ നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് പേഷ്യൻ്റെ പെയിൻ ടോളറൻസ് അനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് പ്രൊസീജിയറാണ്. ആ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ പാരാമീറ്റേഴ്സ്, പൾസ്, BP, സാച്ചുറേഷൻ ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാൻ സെപ്പറേറ്റ് ഒരു മെഷീൻ ഉണ്ട്, CTG മെഷീൻ എന്ന് പറയും. അത് നമ്മൾ കണ്ടിന്യൂസ്ലി കണക്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെ ലേബർ പ്രോഗ്രസ് ചെയ്ത് പുഷ് ചെയ്യാറാകുമ്പോഴത്തേക്കിന് കുഞ്ഞിൻ്റെ ഹെഡ് ഡിസെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് പേഷ്യൻറ്റ് നല്ല എഫേർട്ട് ഇട്ടിട്ട് പുഷ് ചെയ്യുമ്പോൾ നോർമൽ ഡെലിവറി ആകാം. അല്ല ലേബർ പ്രൊലോങ് ആകുവാണെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറീസ് ലൈക്ക് ഫോസെപ്സ് അല്ലെങ്കിൽ വാക്യൂം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തുന്നൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എപ്പിഡ്യൂറൽ കാത്തറ്റർ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ വിടുന്നത്. സോ ബേസിക്കലി പെയിൻ ടോളറേറ്റ് ചെയ്യാത്ത, എസ്പെഷ്യലി ഡെലിവറി ഡേറ്റ് ഒക്കെ അടുക്കാറാകുമ്പോഴത്തേക്കിന് പല പേഷ്യൻസ് ടെൻഷനാ, മാഡം എങ്ങനെ ആകും ഡെലിവറി, നോർമൽ ആകുമോ, പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഡൗട്ട്സ്, ഇങ്ങനെയുള്ള ആങ്സൈറ്റി ഉള്ള പേഷ്യൻസിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അവർ കംപ്ലീറ്റ്ലി റിലീവ്ഡ് ആയിരിക്കും. ഈ റിലീഫ് കൊണ്ട് ബേസിക്കലി അമ്മയ്ക്കും കുഞ്ഞിനും ആ ബെനിഫിറ്റ് കിട്ടുന്നത്. മദർ എക്സോസ്റ്റ് ആകത്തില്ല, മദർ ടയേർഡ് ആകത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞിന് നല്ല ബ്ലഡ് ഫ്ലോ കിട്ടും, നല്ല പ്ലാസന്റൽ ബ്ലഡ് ഫ്ലോ കിട്ടും. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് യൂഷ്വലി ഇത് നോർമൽ ആയിരിക്കും. സോ ആക്ച്വലി ഇതൊരു വളരെ ബെനിഫിഷ്യൽ, നല്ലതായിട്ട് നമ്മൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പെയിൻലെസ് ലേബർ. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ വേദന സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നുള്ളത്. ഈ ഒരു അവസ്ഥയല്ലാതെ മറ്റേതൊക്കെ സാഹചര്യങ്ങളാണ് ഡോക്ടേഴ്സ് തന്നെ ഈ പെയിൻലെസ് ഡെലിവറി സജസ്റ്റ് ചെയ്യുന്നത്? പെയിൻലെസ് ലേബർ നമ്മൾ യൂഷ്വലി അതിന് വലിയ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഇല്ല. പെയിൻ താങ്ങാൻ പറ്റാത്ത ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഹൈപ്പർ ടെൻഷൻ, BP ഉള്ള പേഷ്യൻസ്, അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിനും എപ്പിഡ്യൂറൽ എടുക്കുകയാണെങ്കിൽ അവരുടെ BP എല്ലാം ആ സമയത്ത് കൺട്രോൾഡ് ആയിരിക്കും. പേഷ്യൻ്റ് എക്സോസ്റ്റ് ആകത്തില്ല, ഞാൻ പറഞ്ഞു പേഷ്യൻ്റ് ടയേർഡ് ആകത്തില്ല. അപ്പോഴത്തേക്കിന് പേഷ്യൻ്റ് നല്ല റെസ്പോൺസ് ആയിരിക്കും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ കേസസിനും നമ്മളിത് നൽകാറുണ്ട്. നല്ല റെസ്പോൺസാണ് കാണുന്നത്. പേഷ്യൻ്റ് എസ്പെഷ്യലി ബേബിക്ക് നല്ല ബ്ലഡ് ഫ്ലോ കിട്ടും. നല്ല ബ്ലഡ് ഫ്ലോ കിട്ടുമ്പോഴത്തേക്കിന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് യൂഷ്വലി നോർമൽ ആയിരിക്കും. ഡോക്ടർ, ഈ പെയിൻലെസ് ഡെലിവറിയെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലോ, ഇതിന്റെ പ്രൊസീജിയർ ഒന്ന് വ്യക്തമായി പറയാമോ? ഇത് ലേബർ അനാൽജസിയ അനസ്തഷ്യോളജിസ്റ്റാണ് നൽകുന്നത്. പ്രസവ വേദന തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മളിത് നൽകുന്നത്. പേഷ്യൻറ്റിനെ ചരിച്ച് കിടത്തി പേഷ്യൻറ്റിൻ്റെ ബാക്ക് നമ്മൾ സ്റ്റെറൈലാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ എപ്പിഡ്യൂറൽ കാത്തറ്റർ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ടോളറൻസ് അനുസരിച്ച് നമുക്ക് ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതൊരു കണ്ടിന്യൂസ് പ്രൊസീജിയറാണ്. ആ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പൾസ്, BP, റെസ്പിറേഷൻ എല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ്. പേഷ്യന്റ് പെയിൻ കാണും, പക്ഷെ അത് പേഷ്യന്റ് അതിന്റെ പെയിൻ്റെ ഇഫക്റ്റ് സെൻസേഷൻ കാണത്തില്ല. അല്ലാതെ കോൺട്രാക്ഷൻസ് കണ്ടിന്യൂസ്ലി വന്ന് യൂഷ്വലി അങ്ങനെ ആണെങ്കിൽ ലേബർ പ്രോഗ്രസ് ചെയ്തിട്ട് ഡെലിവറി സമയത്ത് അവരെയും കൊണ്ട് പുഷ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഡെലിവറി എടുക്കുന്നത്. അതൊരു ഇൻസ്ട്രുമെന്റൽ ഡെലിവറി ആകാൻ ചാൻസ് ഒരു പക്ഷേ ഉണ്ട്, ലേബർ പ്രൊലോങ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒബ്സ്ട്രിക്ഷൻ ഡിസൈഡ് ചെയ്യും ആ സമയത്ത് അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്നത് ഈ പ്രൊസീജിയർ എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രൊസീജിയർ പൂർണ്ണമായും എല്ലാവരിലും സക്സസ് ആവാറുണ്ടോ? ഒബ്സ്ട്രറ്റിക് ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആകുക, അല്ല കുഞ്ഞിന്റെ ഹെഡ് ഇറങ്ങുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എപ്പിഡ്യൂറൽ എടുക്കുന്ന പേഷ്യൻസിന് സിസേറിയൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വേറെ അനസ്തീഷ്യ വേണ്ട, ഈ സെയിം അനസ്തീഷ്യയിൽ അനസ്തീഷ്യോളജിസ്റ്റ് ഡോസ് ടോപ്പ് അപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ കാണാറുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അനസ്തീഷ്യയെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാവരിലും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം ഈ ഒരു മെത്തേഡിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അനസ്തീഷ്യയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സങ്കീർണതകളോ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സോ ഉണ്ടോ? ഞാൻ മുമ്പ്
കൂട്ട് നമ്മൾ എപ്പിഡ്യൂറൽ അനൽജസിയ കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. നമ്മൾ പേഷ്യൻ്റ് BP ഡ്രോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ BP മോണിറ്ററിംഗ് ഉണ്ട്, റെസ്പിറേഷൻ നോക്കുന്നുണ്ട്, റെസ്പിറേഷൻ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്നുണ്ട്. ചില പേഷ്യൻസിന് വോമിറ്റിംഗ്, നോഷ്യ അങ്ങനെയുള്ള കംപ്ലയിൻസ് വരാം. പിന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ എപ്പിഡ്യൂറൽ കൊടുത്താൽ ബാക്ക് ഏക്ക് വരും എന്ന്. അതൊരു പല സ്റ്റഡീസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഒന്നും പ്രൂവ് ആയിട്ടില്ല ബാക്ക് ഏക്ക് ഉണ്ടാകുമെന്ന്. പിന്നെ സിസേറിയൻ റേറ്റ്സ് കൂടുമെന്നും ഒരു ഡൗട്ട് ഉണ്ട് ചില പേഷ്യൻസിന്. അപ്പോൾ അവരെ ഞങ്ങൾ കൗൺസിൽ ചെയ്തിട്ട് പറയും ഒബ്സ്റ്ററ്റിക് പ്രോബ്ലംസ് അല്ലാതെ വേറെ ഒരു കാരണത്താലും നമ്മൾ സിസേറിയൻ ചെയ്യില്ല. ഇത് മാക്സിമം നമുക്ക് ട്രയൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ അതല്ലാതെ നമ്മൾ വേറെ സൈഡ് ഇഫക്ട്സ് ഈ പ്രൊസീജിയറിന് കാണാറില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഈ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് എത്ര സമയം മുൻപാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സമയ വ്യത്യാസത്തിലാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ഇത് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ തുടങ്ങിയ സമയത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ലേബർ പ്രോഗ്രസ് ചെയ്ത് പ്രസവ വേദന പ്രോഗ്രസ് ചെയ്തിട്ട് സെർവിക്സ് ഒരു മിനിമം 3 to 4 സെന്റിമീറ്റേഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് എപ്പിഡ്യൂറൽ നൽകാറുള്ളെന്ന്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് അനുസരിച്ച് പേഷ്യൻ്റ് എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്കിത് നൽകാം. എപ്പോൾ പേഷ്യൻ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കാവുന്നതാണ്, ഓൺ മെറ്റേണൽ റിക്വസ്റ്റ്. പിന്നെ ഈ പ്രൊസീജിയർ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു സേഫ് പ്രൊസീജിയർ ആണ്. അതിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും കാര്യമായിട്ടില്ല. ഡോക്ടർ, ഇപ്പൊ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്. കണ്ണൂരിൽ നിന്നും അനു ആണ്. അനു, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? ഹലോ 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 അനു, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാനൊരു എൻഡോമെട്രിയോസിസ് പേഷ്യന്റ് ആണ്. ഒന്ന് പറഞ്ഞു. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുമോ? ഹലോ, ഞാനൊരു എൻഡോമെട്രിയോസിസ് പേഷ്യന്റ് ആണ്. പറഞ്ഞു. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ ഡോക്ടർ? അതറിയാനായിരുന്നു. അല്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? കേട്ടില്ല. ഹലോ ഹലോ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുമോ? ഇത്തിരി ശബ്ദത്തിൽ സംസാരിക്കുമോ? ഹലോ ഡോക്ടർ, ഞാൻ എൻഡോമെട്രിയോസിസ് പേഷ്യന്റ് ആണ്. ഓക്കെ. അതിനൊരു കറക്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. ഡോക്ടർ, പ്രേക്ഷക പറയുന്നത് അവരൊരു എൻഡോമെട്രിയോസിസ് പേഷ്യന്റ് ആണെന്നാണ്. അതിന് കൃത്യമായ ചികിത്സയുണ്ടോ, അല്ലെങ്കിൽ അത് മാറുമോ എന്നാണ് ചോദിക്കുന്നത്. എൻഡോമെട്രിയോസിസിന് ചികിത്സയുണ്ട്. പേഷ്യന്റ് ഏജ് അനുസരിച്ച്, പേഷ്യന്റിന്റെ ഗ്രേഡ്, എൻഡോമെട്രിയോസിന്റെ ഏത് ഗ്രേഡിലാണ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് അതിനെ ട്രീറ്റ്മെന്റായി എടുക്കാവുന്നതാണ്. ശരി, പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ പെയിൻലെസ് ഡെലിവറിയെ കുറിച്ച് പറയുമ്പോൾ ഇത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ എല്ലാ നിലവാരത്തിലുള്ള ആൾക്കാർക്കും ഇത് പോസിബിൾ ആയിട്ടില്ല. അതായത് ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? എക്സ്പെൻസീവ് ആണോ ഒരുപാട് ഈ ഒരു രീതി? പെയിൻലെസ് ലേബറിന് നമ്മൾ ഒരു ടേർഷ്യറി സെന്ററിലായിരിക്കണം ഡെലിവറി കണ്ടക്ട് ചെയ്യേണ്ടത്. അതിന് അനസ്തീഷ്യോളജിസ്റ്റ്, ഫിസിഷ്യന്, എമർജൻസി എക്വിപ്മെന്റ്സ് ഒക്കെ വേണ്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം ഡെലിവറി കണ്ടക്ട് ചെയ്യേണ്ടത്. പിന്നെ കോസ്റ്റ് ഓഫ് ഫൈനാൻസ് അത് വലിയ എക്സ്പെൻസീവ് ഒരു പ്രൊസീജിയർ അല്ല. നോർമൽ ഡെലിവറിക്കാട്ടി എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒരു എമൗണ്ടേ കാണത്തുള്ളൂ. അത് എല്ലാ പേഷ്യൻസിനും, വേദന താങ്ങാത്ത എല്ലാ പേഷ്യനും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സേഫ് പ്രൊസീജിയറാണ്. സോ എക്സ്പെൻസ് വെച്ചിട്ട് അത് വലിയ കോസ്റ്റ്ലി പ്രൊസീജിയർ അല്ല, ബട്ട് പേഷ്യന്റ് ബെനിഫിറ്റ്സ് അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഡോക്ടർ, ഇപ്പം ഈ ഒരു മെത്തേഡ് കേരളത്തിൽ എത്രത്തോളം പോപ്പുലർ ആണ്, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചത്? ഇപ്പോഴും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പം നിലവിൽ എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണ് അവരെല്ലാം? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ എല്ലാവർക്കും നമ്മൾ കൗൺസിൽ ചെയ്യാറുണ്ട്. ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത്, ഇപ്പോഴത്തെ ജനറേഷൻ വേദന താങ്ങാൻ പറ്റത്തില്ല അവർക്ക്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഞങ്ങളോട് അപ്രോച്ച് ചെയ്ത് പറയാറുണ്ട് ഞങ്ങൾക്ക് പെയിൻലെസ് ഡെലിവറി വേണം. അപ്പോൾ അതിൻ്റെ അവയർനെസ് നല്ലതായിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഇത് അറിയാവുന്ന ഒരു ടെക്നിക്കാണ്. ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ടെക്നിക്കാണ്. സോ അതിൻ്റെ ഓപ്ഷൻസ് യൂഷ്വലി പേഷ്യൻസ് ഞങ്ങളോട് പറയാറുണ്ട്. ആൻഡ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അത് ഓൾമോസ്റ്റ്
എവറി ഡേ നമുക്ക് എപ്യൂറൽ അനൽജസിയ എടുത്ത് ഡെലിവറി ആകുന്ന പേഷ്യൻസ് ഉണ്ട്. സോ അത് വളരെ പോപ്പുലറായി ഇപ്പോൾ. അതിൻ്റെ അവയർനെസ് ഉണ്ട് പേഷ്യൻസിന്. ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ സോഷ്യൽ മീഡിയ ഒക്കെ ആയതുകൊണ്ട് അവർക്ക് പല വാട്സാപ്പ് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് നല്ല അവയർനെസ് ഉണ്ട്. സോ അവർ ഞങ്ങളോട് വന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട്. പേഷ്യൻറ്റ് ഇൻ ലേബറിലും സപ്പോസ് അവർക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിലും ഇൻ ലേബറിൽ ഞങ്ങളോട് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ അവർക്ക് എപ്യൂറൽ അനൽജസിയ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഫെസിലിറ്റി ഉള്ളിടത്തായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുകയാണ്. പാലക്കാട് നിന്നും അക്ഷരയാണ്. അക്ഷര, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. അക്ഷര, സംശയം ചോദിച്ചോളൂ. അക്ഷര, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു പ്രൊസീജിയർ എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടക്കുമെന്ന്. ആഫ്റ്റർ ഡെലിവറി ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അത് നമ്മൾ ഈ നോസിയ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പൊതുവെ ഒരു മിഥ്യാധാരണയുണ്ടല്ലോ എല്ലാവർക്കും. ഇല്ല, ആക്ച്വലി ഇത് വളരെ ഒരു സേഫ് പ്രൊസീജിയറാണ്. അതിൽ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്, ഇത് എക്സ്പീരിയൻസ് ചെയ്ത പേഷ്യൻസിൻ്റെയും റിവ്യൂസ് കേൾക്കുവാണെങ്കിൽ ദേ ആർ വെരി കംഫർട്ടബിൾ, വളരെ കംഫർട്ടബിൾ ആയി പ്രൊസീജിയറിന്. പോസ്റ്റ് ഡെലിവറി നമ്മൾ നോക്കുവാണെങ്കിൽ ഈവൻ സ്റ്റിച്ചഡ് ആ നേരത്ത്, തുന്നാൻ നേരത്ത് വരെ നമുക്ക് ഈ അനൽജസിയ എഫക്റ്റീവ് ആണ്. ഡെലിവറി കഴിഞ്ഞ് ഒരു ഫ്യൂ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എപ്പിഡ്യൂറൽ കാത്തറ്റർ റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പേഷ്യനെ നടത്തിപ്പിച്ചിട്ടാണ് വിടുന്നത്. ആൻഡ് ലോങ് ടേം ഔട്ട്കംസ് നോക്കുവാണെങ്കിലും അതിൻ്റെ സ്റ്റഡീസ്, പല സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തതിൻ്റെ അകത്ത് അവർ പോസിറ്റീവ് റെസ്പോൺസേ കാണുന്നുള്ളൂ, ഒരു നെഗറ്റീവ് പറയുന്നില്ല. സോ പൊതുവേ ഇതൊരു നല്ല പ്രൊസീജിയറാണ്, ഒരു എഫക്റ്റീവ് പ്രൊസീജിയറാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ എത്ര കാലമായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്തു വരികയാണ്? അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കേരളത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു ഹോസ്പിറ്റലുകളിലും ഇതൊക്കെ ഈ ഒരു പ്രൊസീജിയർ പോസിബിൾ ആണോ? കേരളത്തിൽ ഒരു മോർ ദാൻ 10-15 years ആയി ഇത് തുടങ്ങിയിട്ട്. പല ഹോസ്പിറ്റൽസിൽ ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ചിലയിടത്ത് അവർ എപ്പിഡ്യൂറൽ അനൽജസിയ വരെ ഓപ്റ്റ് ചെയ്യാറില്ല, പക്ഷേ എൻറ്റനോക്സ് ഗ്യാസും അങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പൊതുവേ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒട്ടും പെയിൻ ടോളറേറ്റ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് യൂഷ്വലി പെയിൻലെസ് ലേബർ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഇത് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്, ഇപ്പോഴത്തെ ജനറേഷനിലെ പേഷ്യൻസ് അത് ഓപ്റ്റ് ചെയ്യുന്നതാണ്. ഡോക്ടർ, നമുക്കിത് ഒന്നാമത്തെ ഡെലിവറിക്ക് മാത്രമല്ലല്ലോ, അതിനുശേഷമുള്ള ഡെലിവറിക്കും ഈ ഒരു പ്രൊസീജിയർ പോസിബിൾ അല്ലേ? അബ്സല്യൂട്ട്ലി. വേദന ബേസിക്കലി ഇത് ലേബർ പെയിൻ കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് എത്രാമത്തെ ഡെലിവറി ആണെങ്കിലും അത് മാറ്റർ ചെയ്യത്തില്ല. അത് ഫസ്റ്റ് ആണെങ്കിലോ സെക്കൻഡോ തേർഡോ എത്രാമത്തെ ഡെലിവറി ആണെങ്കിലും നമ്പർ ഓഫ് ഡെലിവറീസ് ഡസൻറ്റ് മാറ്റർ. അത് ബേസിക്കലി പെയിൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു മെത്തഡോളജിയേ ഉള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെയിൻലെസ് ഡെലിവറി മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഡെലിവറിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഭയമുണ്ടാകുമല്ലോ. വേദന അല്ലെങ്കിൽ ഇപ്പം ടെൻഷൻ അടിച്ച് BP ഒക്കെ കൂടുക പോലുള്ള BP പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സാധാരണമാണല്ലോ. അപ്പം അമ്മയാകാൻ പോകുന്ന സ്ത്രീകളോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ അങ്ങനെ ടെൻഷൻ എടുത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടത്തെ കാലത്തിനെക്കാട്ടി ഇപ്പോഴത്തെ ടെക്നോളജീസ് ഒക്കെ അഡ്വാൻസ് ആയപ്പോഴത്തേക്കിന് ലേബർ ഓപ്ഷൻസ് ഒത്തിരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ടെൻഷൻ എടുത്തിട്ട് പ്രസവം എങ്ങനെ ആയിരിക്കും, ഒരുപാട് ടെൻഷൻ, ഒരുപാട് ആങ്സൈറ്റി എടുത്തിട്ട് വറി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് വളരെ ഒരു സ്മൂത്ത് ഈസി പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഡ്യൂറിങ് പ്രൊസീജിയർ. അതുകൊണ്ട് ലേബർ പെയിനെ പറ്റി ഒട്ടുമേ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഏത് സെന്ററിലാണ് നമ്മൾ കാണിക്കുന്നത് അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഡെലിവറിക്ക് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച്, ഇതിന്റെ റിസ്ക്, ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അറിഞ്ഞിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഡെലിവറി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ അവർ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യവുമായി ബന്ധപ്പെട്ട്?
യൂഷ്വലി അങ്ങനെ മെഡിക്കൽ ഡിസോർഡേഴ്സ് കോൺട്രാൻഡിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് മാത്രം നമ്മളിത് നൽകാറില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ബ്ലീഡിങ് പ്രോബ്ലം ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ലോ, അല്ലെങ്കിൽ മരുന്നിൻ്റെ അലർജി ഉള്ള പേഷ്യൻസ്, സ്പൈനൽ കോഡിന് വല്ല ഇഞ്ചുറിയോ അങ്ങനെ വല്ല ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസിന് മാത്രം നമ്മളിത് നൽകാറില്ല. അല്ലാത്ത യൂഷ്വലി വേദന താങ്ങാൻ പറ്റാത്ത എല്ലാ പേഷ്യൻസിന്, മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത എല്ലാ പേഷ്യൻസ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. സോ ആക്ച്വലി സ്പീക്കിംഗ് അതൊരു സേഫ് പ്രൊസീജിയറാണ്. അതിൻ്റെ അവയർനെസ് ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ഒത്തിരി പേഷ്യൻസ് ഇത് ഓപ്റ്റ് ചെയ്യും. ഡോക്ടർ, ഒരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുകയാണ്. പാലക്കാട് നിന്നും അക്ഷരയാണ്. അക്ഷര, ഡോക്ടറോട് ചോദിച്ചോളൂ. അക്ഷര കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. പറഞ്ഞു. യെസ്. എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര പെയിൻ ഉണ്ട്. എത്ര വയസ്സുണ്ട് അക്ഷര? ഹലോ, എനിക്ക് 19 ഉണ്ട്. ഡോക്ടർ, അക്ഷര ഹലോ. 19 വയസ്സെന്നാണ് പറയുന്നത്. എത്ര വയസ്സുണ്ട്? 19 വയസ്സ്. അക്ഷര, സംശയം എന്താണെന്ന് ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, പ്രേക്ഷക ചോദിക്കുന്നത് പീരീഡ്സിൽ ഹലോ. നല്ല പെയിൻ ഉണ്ട്, അതിനെന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നാണ്. അക്ഷരക്ക് എത്ര വയസ്സുണ്ട്? 19 വയസ്സെന്നാണ് പറഞ്ഞത്. അക്ഷരയ്ക്ക് പീരിയഡ്സ് സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം. അത് പ്രായം അനുസരിച്ചായിരിക്കും, മോടെ ഏജ് അനുസരിച്ചായിരിക്കും. അതൊക്കെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ശരി, അക്ഷരയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വേദനയില്ലാത്ത പ്രസവം എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സാറാമ്മ തോമസ് ആണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു. മറ്റൊരു വിഷയവുമായി ഹലോ ഡോക്ടറിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമസ്കാരം.